ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് അരിയുണ്ടി ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അരിയുണ്ടി ഉണ്ടാക്കുന്നത് എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ. നമുക്കിന്ന് കുറച്ചധികം അരിയുണ്ടി ഉണ്ടാക്കേണ്ടതുണ്ട്. അപ്പോൾ അതിലൊരു ചെറിയ ഭാഗം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാമെന്ന് വിചാരിച്ചു, കുറച്ചളവിൽ എങ്ങനെ ആക്കാമെന്നുള്ളത്. അപ്പോൾ ആദ്യം തന്നെ അരിയെടുത്ത് ഇതുപോലെ നന്നായി വറുത്തെടുക്കുകയാണ് കേട്ടോ വേണ്ടത്. നല്ല രീതിയിൽ ഇടവിടാതെ വറുത്തെടുക്കണം. അപ്പോൾ നല്ലൊരു ഗോൾഡൻ കളറായിട്ട് വരും. ആ ഗോൾഡൻ കളർ ആവുന്നത് വരെ അടിക്ക് പിടിക്കാണ്ടും കരിയാതെയും വറുത്തെടുക്കേണ്ടത് നമ്മളെ കടമയാണ്. ഒരു കാസർ അരിക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന അരിയുണ്ടേൻ്റെ റെസിപ്പിയാണ് ഞാനിവിടെ പറഞ്ഞിരുന്നത്. അപ്പോൾ ഇതേപോലെ നല്ല ഗോൾഡൻ കളറാവുന്ന വരെ വറുത്തെടുത്തതിന് ശേഷം അതൊരു മിക്സിയിലിട്ട് പൊടിച്ചെടുക്കുകയാണേ ആദ്യം ചെയ്യേണ്ടത്. പൊടിക്കുമ്പം തന്നെ നമ്മൾ നല്ല മിനുസത്തിൽ പൊടിക്കാനും പാടില്ല കേട്ടോ. ഏകദേശം ഒരു അരിയുണ്ടേൻ്റെ പാകം നമുക്കറിയാമല്ലോ. അപ്പോൾ ആ രീതിയിൽ വേണം പൊടിച്ചെടുക്കാൻ. ഒരു കാസർ അരിക്ക് 500 ഗ്രാം ശർക്കരയും ഒരു തേങ്ങയാണ് നമ്മളിവിടെ എടുക്കുന്നത്. പിന്നെ തേങ്ങ ചിരകി വെച്ചതിന് ശേഷം ശർക്കരയും ഇതുപോലെ പൊടിച്ചെടുക്കുക. പിന്നെ അവ രണ്ടും നന്നായി മിക്സ് ചെയ്യുകയാണ് വേണ്ടത്. കൈകൊണ്ട് എല്ലാ ഭാഗവും തേങ്ങയും ശർക്കരയും കൂടി മിക്സ് ചെയ്തെടുക്കുക. ശർക്കരയും തേങ്ങയും നന്നായി മിക്സ് ആയതിന് ശേഷം ഇതുപോലെ ഒരു മിക്സിൻ്റെ ജാർ എടുത്തിട്ട് നന്നായി ഇതേപോലെ അരച്ചെടുക്കുക. അപ്പോൾ അരച്ചെടുത്ത ഈ കൂട്ട് ഒരു പാത്രത്തിലിട്ടതിന് ശേഷം നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ച അരി അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി കുഴച്ചെടുക്കുകയാണ് കേട്ടോ വേണ്ടത്. എല്ലാ ഭാഗവും ഒരുപോലെ മിക്സ് ചെയ്തെടുക്കണം. ഈ അരി പൊടിക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ ഒരു 4-5 ഏലക്കായും കൂടി ചേർക്കണേ. അത് ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയതാണ്. ഇങ്ങനെ കുഴച്ചെടുക്കുന്ന സമയത്ത് തന്നെ നല്ലൊരു അരിയുണ്ടേൻ്റെ മണം ഇങ്ങനെ വരും കേട്ടോ. വളരെ ഈസിയാണ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. ആവശ്യത്തിനുള്ള അരിപ്പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതേപോലെ ഉരുളകളാക്കി ഉരുട്ടിയെടുക്കുകയാണ് വേണ്ടത്. നമ്മൾ കുറച്ച് പൊടി മാറ്റി വെക്കണേ. അത് ഞാൻ കാണിച്ചു തരാം അതെന്തിനാണ് എന്നുള്ളത്. അപ്പോൾ ഇതേപോലെ എല്ലാം നല്ല വേഗം തന്നെ ഉണ്ടയാക്കിയിട്ട് ഒരു പാത്രത്തിൽ ഇട്ട് വെക്കുക. അതിൻ്റെ ആ വെള്ളം മാറിക്കിട്ടുന്നതിലിടയ്ക്ക് ഉണ്ടയാക്കി കഴിഞ്ഞാലേ നമുക്കത് വേഗത്തിലൊരു നല്ലൊരു ഉണ്ടയായിട്ട് കിട്ടുള്ളൂ. വെള്ളമൊക്കെ ആറിപ്പോയാൽ പിന്നെ ഇതുപോലെ ഉണ്ടയാക്കി എടുക്കാൻ പ്രയാസമായിരിക്കും. നമ്മൾ അരിയുണ്ട ഉരുട്ടുന്ന സമയത്ത് ഒരേ അളവിൽ തന്നെ ഉരുട്ടാൻ ശ്രമിക്കണേ. അപ്പോൾ ഒരുപോലെ ആകുമ്പോൾ കാണാനും നല്ല ഭംഗിയുണ്ടാവും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കുറച്ച് അരിപ്പൊടി മാറ്റി വെക്കണമെന്ന്. ആ മാറ്റി വെച്ച അരിപ്പൊടിയിലേക്ക് ഇതേപോലെ നേരത്തെ ഉണ്ടയാക്കി വെച്ച അരിയുണ്ട ഒന്നും കൂടി കൈ കൊണ്ട് ഉരുട്ടിയെടുക്കുക. അപ്പോൾ കുറച്ചും കൂടി ഉറപ്പും കിട്ടും, കാണാനും നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ ഇതേ രീതിയിൽ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കും നല്ല സൂപ്പർ ടേസ്റ്റി അരിയുണ്ട ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. ഓക്കെ, ബൈ.